Hi everyone, welcome back to chinnustastebuds. ഇന്ന് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം റോസസ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ മിക്കവരും തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നവരും ഉണ്ടാക്കുന്നവരൊക്കെയാണ്. പക്ഷേ റോസസ് മിക്കവർക്കും സ്റ്റിഫായിട്ട് വരാറില്ല. അപ്പോൾ അതെങ്ങനെയാണ് പെർഫെക്റ്റ് റോസസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഫ്ലവർ നെയിൽ, ഫ്ലവർ നോസിൽ, പിന്നെ പൈപ്പിംഗ് ബാഗ്. ഫ്ലവർ നോസിൽ ഞാനിവിടെ എൻ്റെ ഫ്ലവർ നോസിൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ നേരിയ ഭാഗം മുകളിൽ വരുന്ന വിധത്തിൽ വേണം നമ്മൾ ഫ്ലവർ നോസിൽ കയ്യിൽ പിടിക്കാനായിട്ട്. എന്നിട്ട് അതുകൊണ്ട് ഫ്ലവർ നെയിലിൽ ഫസ്റ്റ് ഒരു ബേസ് കൊടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു ബേസാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ എഡ്ജിൽ നിന്നും ഒരു വരക്കുന്ന പോലെ ആ ഒരു പൊസിഷനിൽ വേണം നമ്മൾ ഫ്ലവറിൻ്റെ ഓരോ ലെയേഴ്സും കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ എൻഡ് വരുന്നതിന് തൊട്ട് മുമ്പ് ഭാഗത്തായിട്ട് അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു എഡ്ജ് വരുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ഭാഗത്ത് നിന്ന് അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു വരക്കുന്ന, നമ്മൾ മലയാളത്തിൽ വരക്കുന്ന ആ ഒരു പൊസിഷനിൽ വരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റോസസ് തയ്യാറായി കിട്ടും. പിന്നെ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ഒന്നും കാണിക്കാത്തത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഈ റോസസ് വെക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ കേക്കിന് മുകളിലേക്ക് എങ്ങനെ വെക്കുന്നതാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ പ്ലേറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ചെറിയൊരു ബേസ് അവിടെ കൊടുക്കുക. കേക്കിൻ്റെ മുകളിൽ ചെറിയൊരു ബേസ് കൊടുക്കുക. എന്നിട്ട് ഒരു കത്രിക കൊണ്ട് നമ്മൾ ഈ ഫ്ലവർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ കത്രിക എടുക്കുന്ന സമയത്താണെങ്കിലും ഇതേപോലെ കത്രിക വൈഡായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ കത്രിക കട്ട് ചെയ്യാതെ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് താഴെ ആ ബേസിൽ കൊണ്ടുപോയിട്ട് വേണം കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇതേപോലെ കത്രിക പിടിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് കത്രിക പുറകോട്ട് വലിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണം കേക്കിന് മുകളിലേക്ക് നമ്മൾ ഫ്ലവർ വെക്കാനായിട്ട്. അപ്പോൾ മിക്കവരും, ഞാനും അതെ, ആദ്യമൊക്കെ കേക്ക് ഫ്ലവർ ചെയ്യുമെങ്കിലും എൻ്റെ ഫ്ലവർ ഞാൻ കേക്കിന് മുകളിലേക്ക് വെക്കുമ്പോൾ തെറ്റിപ്പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഫ്ലവർ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റോസസും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലവർ നോസിൽ ആ നേരിയ ഭാഗം വേണം മുകളിലായിട്ട് പിടിക്കാനായിട്ട്. വീതിയുള്ള ഭാഗം താഴെയും നേരിയ ഭാഗം മുകളിലും വരുന്ന വിധത്തിൽ വേണം ഫ്ലവർ നോസിൽ പിടിക്കാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ഓരോന്നിനും ബേസ് കൊടുക്കുക. പിന്നെ ഫ്ലവർ നോസിൽ ക്രീം ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് തുടച്ച് നീക്കിയതിന് ശേഷം വേണം അടുത്ത ഫ്ലവർ ചെയ്യാനായിട്ട്. അപ്പോഴേ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഫ്ലവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കത്രിക കൊണ്ട് വെക്കുന്ന കാര്യമാണെങ്കിലും ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ സൈഡൊന്ന് കറക്റ്റ് ചെയ്ത് വരുന്ന വിധത്തിൽ നമുക്ക് ഓരോ റോസസും വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.